ഹലോ നമസ്കാരം. കേൾച്ചി ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എല്ലാ ന്യൂസ് ചാനലിലെയും മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കോട്ടയം ഗവൺമെന്റ് ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ന്യൂസിൽ കണ്ടതാണ്. 3-4 പിള്ളേരെ അതിക്രൂരവും പൈശാചികവുമായിട്ട് പ്രാകൃതമായ റാഗിങ് ആണ് നടന്നേക്കുന്നത്. അത് ന്യൂസ് കണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ കോമ്പസ് കൊണ്ട് വരയുക, പിന്നെ അതില് ഡെറ്റോളോ ലോഷൻ കൊണ്ട് വേദനിപ്പിക്കുക. വിദ്യാർത്ഥികളാണ് ചെയ്യുന്നത്. തേർഡ് ഇയർ. പിന്നെ അതേപോലെ തന്നെ ഡമ്പല് കൊണ്ട് അവരുടെ ജനനേന്ദ്രിയങ്ങളിൽ തൂക്കിയിടുക, വെയിറ്റ് വെക്കുക, അങ്ങനെയുള്ള പ്രാകൃതമായ രീതിയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കെട്ടിലിൽ കെട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് യൂട്യൂബിൽ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗൈഡ് ലൈൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തത്. അപ്പം എല്ലാവരും ന്യൂസ് ചാനലിൽ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്രയും അധപ്പതിച്ച് പോകുന്ന ഒരു സമൂഹം എന്ന് പറയണം, അല്ലാതെ ഇതിനൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇത്രയും എന്ത് പറയാ, ഇത്രയും ഇവരെന്ന് പറയുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥികളാണെന്നാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത്. അതെ, ഇവർക്ക് ഓരോ പോയിന്റും എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു വെച്ച ആൾക്കാർ തന്നെ ഇങ്ങനെ ആവുമ്പോൾ ഇതൊന്നും വളർന്നു വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ലെവലിൽ പോകുന്നുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. താലിബാൻ ഭീകരർ പോലും ചെയ്യാത്ത മെത്തേഡൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നത്. ഈ റാഗിങ്ങിൽ അവർ യൂസ് ചെയ്തേക്കുന്ന മെത്തേഡൊക്കെ എന്ന് പറയുന്നത് വളരെ പൈശാചികമായിട്ടുള്ള രീതികളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നമ്മളൊക്കെ പണ്ടൊക്കെ റാഗിങ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഓർമ്മകളാണ്. പിന്നെ ചിലതൊക്കെ അതിൽ കടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഒരു മനുഷ്യനെന്ന വില പോലും കൽപ്പിക്കാത്ത രീതികളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അതൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അല്ലാതുള്ള ആൾക്കാരല്ല, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ, അതായത് നഴ്സിംഗ് പഠിക്കുന്നവരും ഒക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനു മുമ്പൊരു സിദ്ധാർത്ഥ് വെറ്ററിനറി കോളേജിൽ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പല പ്രശ്നങ്ങളും അതിപ്പോൾ ഫോളോ അപ്പ് ചെയ്ത് പല കാര്യങ്ങളും വെളിയിൽ വന്ന റിവീലായ കാര്യങ്ങളുമാണ്. അത് കണ്ടിട്ടെങ്കിലും അവർക്കൊന്നും ഈ പിള്ളേർക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഹിയില്ല. ഇവർക്ക് ഏത് നോളജാണ് ഇവര് ഗ്രഹസ്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലേ? അല്ല, ഇതിൽ ആ കുട്ടീനെയും പ്രിൻസിപ്പളിനെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവര് ആ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തതുകൊണ്ടാണ്. അവരത് അപ്പൊ അറിഞ്ഞപ്പോ തന്നെ അത് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുകയും അതേപോലെ തന്നെ ആന്റി റാഗിങ് സെല്ലില് റിപ്പോർട്ട് ചെയ്യുകയും പ്രിൻസിപ്പൾ ശരിക്കും ഞെട്ടിക്കാണും. കാരണം ദൈവമേ, ഇവിടെ പിന്നെ ഇമാതിരി കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ നാളെ ഇനി ഇവരെ വല്ല കൊന്നിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം പ്രശ്നങ്ങളാവത്തില്ലേ? ഇപ്പോഴേ ഇങ്ങനെ. അപ്പൊ എന്തുമായിരിക്കും അവസ്ഥ? ഈ സംഭവം നടക്കുന്നത് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണ്. അതൊരു 3-4 വിദ്യാർത്ഥികൾ, അവർ ഫസ്റ്റ് ഇയർ അവരുടെ ക്ലാസ് തുടങ്ങിയിട്ട് 2-3 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവരെയാണ് തേർഡ് ഇയർ സ്റ്റുഡൻസ് അവർ ഹോസ്റ്റലിൽ വെച്ചിട്ട് അവർ റൂമിൽ ചെന്നിട്ട് റാഗ് ചെയ്യുക, അതേപോലെ കെട്ടിയിട്ട് ഇതേപോലെ കോമ്പസ് വെച്ച് മുറിവേൽപ്പിക്കുമ്പോൾ കരയുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ ലോഷൻ എടുത്ത് ദേഹത്ത് ഒഴിക്കുക, മുറിവിലൊഴിക്കുക, അതിട്ട് വേദനിപ്പിക്കുക, അതിൽ നിന്ന് ഹരം കൊള്ളുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ അത് വേദനിച്ചിട്ട് കൂടുതൽ കരയുമ്പോഴത്തേക്കും വായിലൊക്കെ അങ്ങ് ബോഡി ലോഷനൊക്കെ അങ്ങ് ഒഴിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ജനനേന്ദ്രിയങ്ങളിൽ ഇത് ഡമ്പല് പോലുള്ള വെയിറ്റ് എടുത്ത് വെക്കുക, അടിക്കുക, ദേഹം ഉപദ്രവിപ്പിക്കുക. അങ്ങനെ അതിദാരുണമായിട്ട് ഈ ഉപദ്രവം തുടങ്ങി 3 മാസമായിട്ട് ഇവർ സഹിക്കുകയാണ്. അതിലൊരു കുട്ടിയാണ്ട് ഒട്ടും സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പ്രിൻസിപ്പലിന് ഇവർ 3 പേരും അത് മാത്രമല്ല, ക്യാഷ് കൊടുക്കണം, അവരുടെ ചെലവിനും അവർക്ക് അതെല്ലാം ഞായറാഴ്ചയും ഇവർക്ക് ക്യാഷ് കൊടുക്കണം. ഇവർ വീട്ടിൽ നിന്ന് ചോദിച്ച് മേടിച്ച് എന്തെങ്കിലും ആവശ്യം ബുക്ക് മേടിക്കണം അതൊക്കെ പറഞ്ഞ ആയിരിക്കും മേടിക്കുന്നത്. അത് ഇവർക്ക് ആഴ്ചയിൽ ഞായറാഴ്ച അവർക്ക് കൊടുക്കണം. അവർക്ക് വെള്ളം അടിക്കാനോ മദ്യപിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് പണ്ടത്തെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിൽ എനിക്ക് വ്യത്യാസം തോന്നുന്നില്ല. പിന്നെ പണ്ടും റാഗിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇതേപോലെ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഇച്ചിരി കൂടി ഒരു സ്റ്റെപ്പ് മേളിൽ എന്നേ ഇപ്പം തോന്നുന്നുള്ളൂ എനിക്ക്. ഇപ്പം പണ്ട് ഇതിനെ കാട്ടി ഒരു സ്റ്റെപ്പ് മേളിലാണ് ഇപ്പം നടക്കുന്നത് എന്നൊരു തോന്നലേ എനിക്കുള്ളൂ. നിനക്കോ? അതെ, അല്ല, അങ്ങനെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പണ്ടെന്ന് പറഞ്ഞാല് മീഡിയ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. ഇപ്പം ടെക്നോളജി ഭയങ്കര സ്ട്രോങ് ആണ്, പുറത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്, അറിയുന്നുണ്ട്. പണ്ടെന്ന് പറയുന്നത് സെയിം കാര്യങ്ങളൊക്കെ മുമ്പ് നടന്നു. ഇപ്പൊ നടക്കുന്ന കുറ്റകൃത്യങ്ങളൊക്കെ പണ്ടും നടന്നിട്ടുണ്ട്. പണ്ടും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എന്ന് പറയുന്നത് അന്ന് ഇത് വെളി വരാനായിട്ട് ഓൺ ദി സ്പോട്ട് ഇത് ലീക്ക് ആവാനായിട്ട് അതിനുള്ള സോഷ്യൽ മീഡിയയോ ഇതൊന്നും ആക്റ്റീവ് അല്ല. അന്ന് ഇത്ര ഇതാണെങ്കിൽ മൊബൈൽ ഫോണൊന്നും ഇല്ല, ഇങ്ങനെ മൊബൈല് ഇതൊന്നും ആക്റ്റീവ് അല്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇതിൽ പ്രശ്നമുണ്ടല്ലോ, അപ്പം നെറ്റിലും ഇതിലും വരുവാണ്.
നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമല്ല, ഇപ്പൊ ടിവിയിലാണെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ടൊക്കെ ഒരു വാർത്ത എന്ന് പറയുന്ന 1 മണി തൊട്ട് 1:30, ഉച്ച വാർത്ത, പിന്നെ സന്ധ്യ വാർത്ത, അങ്ങനെ ആ ഒരു 2, പിന്നെ രാവിലെ ഒരു വാർത്ത ന്യൂസ് പേപ്പർ, ഇത്ര ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ന്യൂസിന് മാത്രമായിട്ട് 24 hours ചാനൽസാ. അവർ കണ്ടന്റിന് വേണം, അവർ ന്യൂസ് വേണ്ടി തപ്പി നടക്കും. ഇല്ലാത്ത ന്യൂസ് വരെ തപ്പി ഉണ്ടാക്കി പറഞ്ഞു കേസ് നടന്നതാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നടക്കുന്ന മത്സരിക്കുന്നവരാ അവര് റേറ്റിംഗിന് വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ചെറിയ ന്യൂസ് വരെ അവര് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ അർജുന്റെ കേസ് എന്തായിരുന്നു, മണല് വീണ് ആ പ്രശ്നം ഉണ്ടായ കേസാണ്. എത്ര ദിവസം അല്ല, അത് പണ്ട് നമ്മൾ ഇതേപോലെ സംഭവങ്ങളൊക്കെ ഈ കുഴൽക്കിണറിൽ വീണു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഇടയ്ക്ക് വാർത്തയിൽ പറഞ്ഞുള്ള അപ്ഡേഷൻ നമ്മൾ അറിയുന്നതല്ലാതെ ഒന്നുമില്ല. പക്ഷെ ഇപ്പം ന്യൂസ് തന്നെ ഇട്ട് നോക്കിയാ, ഇപ്പം ഫോണെന്ന് പറയുന്ന ഒരു മീഡിയം എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യണമില്ല. ഇപ്പൊ പ്രായമായവരൊക്കെ ഈ ഒരു TV വഴിയാണ് കാണുന്നത്. അവർക്ക് തന്നെ 24 hours അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഇപ്പൊ ന്യൂസുകൾ വളർന്നിട്ടുണ്ട്. അതാണ് അവര് മാക്സിമം അതിനെ കൂടുതൽ ഹൈ വാല്യൂ കൊടുത്ത് ഒരു സെന്റിമെന്റൽ അപ്രോച്ച് ഒക്കെ ഇട്ടിട്ട് കൂടുതൽ റേറ്റിംഗിന് വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പണ്ടത്താണ്. പിന്നെ ഇപ്പൊ എന്ന് പറയുന്നത് പണ്ട് യൂസ് ചെയ്ത കണക്കല്ല ഡ്രഗ്സ് അല്ല ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഡ്രഗ്സുകളൊക്കെയാണ് സുലഭമായിട്ട് കിട്ടുന്നത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. അപ്പൊ അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. ഡ്രഗ്സ് കാരണമാണെന്നൊന്നും വന്നിട്ടില്ലല്ലോ. അല്ല, ഇവര് പിന്നെ ആഴ്ചയിൽ പിന്നെ എന്തിനാണ് അവര് പിള്ളേരുടെ നിന്ന് ക്യാഷ് മേടിക്കുന്നത്? അവര് മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന പിള്ളേരാണെന്ന് ഓൾറെഡി കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം കാരണം. പിന്നെ ഇതിന്റെ നല്ലൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഈ ആന്റി റാഗിംഗ് സെല്ലിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെളിയിൽ വന്ന് അപ്പൊ അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ റിമാൻഡിലാണ്. അപ്പം ഇതിന്റെ എനിക്കൊരു ഒരു ഇത് തോന്നിയെന്തോന്നറിയോ, ഇവൻ ന്യൂസ് ചാനലില് അതിലൊരു അച്ഛൻ ന്യൂസ് റിപ്പോർട്ടർ അച്ഛനെ അങ്ങോട്ട് വിളിച്ച്, ഒരു കുട്ടിയുടെ അച്ഛനെ വിളിച്ച്. ഇപ്പൊ ഈ പ്രശ്നം നടന്നിട്ട് ഇത്ര നേരമായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ ഇതുവരെ പോയില്ല എന്നാണ് പറഞ്ഞത്. വിളിച്ചു ചോദിച്ചപ്പോ അവര് പോലീസിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കുട്ടി അത് തന്നെ പറഞ്ഞു, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, വരേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പൊ പേരന്റിങ് ഒരു മെയിൻ ഇഷ്യൂ ആണ്. പേരന്റിങ് കറക്റ്റ് ആയിട്ടല്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കുന്നതാണ്. ആ റിപ്പോർട്ടർ ചോദിക്കുമ്പം ആളിതുവരെ പോയിട്ടില്ല കുട്ടിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ആളിപ്പോഴും അവരുടെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുകയാണ്. അവിടെ ചെല്ലണ്ടെന്ന് പറഞ്ഞു. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കുട്ടിക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുമ്പോൾ, പോലീസ് കേസ് ഇത്രയും ന്യൂസ്, എന്നിട്ട് നമ്മൾ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തില്ലേ? ഇത് ആളിപ്പോഴും പോയിട്ടില്ല, ചെല്ലേണ്ട കാര്യമില്ല. ചെല്ലേണ്ട ന്യൂസ് റിപ്പോർട്ടറിൽ ഇത് ചാനൽ ഇത് കൊടുത്തോണ്ടിരിക്കുക. ആ രീതിയിലേക്കാണ് ഇപ്പൊ പേരന്റിങ് പോയിരിക്കുന്നത്. ഒട്ടും കൺസേൺ അല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പൊ കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ പറയും, കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വരേണ്ട കാര്യമില്ലെന്ന് പറയും. ചിലപ്പം പ്രിൻസിപ്പളും പറയും കംപ്ലൈന്റ് പോയിട്ടുണ്ട്, വരണ്ടെന്നൊന്നും അവർ പറഞ്ഞില്ല, കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയും നേരമായിട്ട് അവരത് പോയില്ല, അന്വേഷിച്ചതുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് ഇപ്പൊ പേരന്റിങ് ഒക്കെ പോയിരിക്കുന്നത്. ഇപ്പൊ പിള്ളേരെ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക, അവർക്ക് പ്രോപ്പറായിട്ടുള്ള നല്ലൊരു സറൗണ്ടിങ്സും കൊടുത്താലേ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പിള്ളേരെ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ഇങ്ങനെയുള്ള ഒരു നല്ലൊരു സറൗണ്ടിങ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊരു മാതാപിതാക്കളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആന്റി റാഗിങ് സെല്ലും അത് ഗവൺമെന്റും നമ്മുടെ കോളേജ് അധികൃതരും അല്ലെങ്കിൽ സ്കൂൾ അധികൃതരും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. സ്കൂളും കോളേജിനും പിന്നെ വേറെന്തോ പരിപാടി, അവരുടെ വിദ്യാർത്ഥികളെ നല്ലോണം പഠിക്കുന്നുണ്ട്, അവരുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാൻ നല്ലത് അവരുടെ പരിപാടി. ചുമ്മാ കാശ് മേടിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നതല്ലല്ലോ പരിപാടി. അപ്പൊ അതും പ്രോപ്പറായിട്ട് ചെയ്ത് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇത്രയും മാനസിക പ്രശ്നമില്ലാതെയുള്ള റാഗിങ് ഒക്കെ ഇപ്പം ഈയിടെയായിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു, മിഹിർ എന്ന് പറഞ്ഞത്. അപ്പൊ തുടർന്ന് അത് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇനിയും ഇങ്ങനെയുള്ളത് കേൾക്കാതിരിക്കട്ടെ. ഇതേപോലുള്ള ന്യൂസ് വരുന്നത് കൊണ്ട് ഓരോന്ന് ഇപ്പൊ പുറത്ത് വരുന്നു എന്നുള്ളതാണ് സത്യം. ഇത് കേട്ടിട്ട് ഒരു മാറ്റമില്ല പിള്ളേർക്കും. പക്ഷെ ഈ ബാധിക്കപ്പെടുന്ന ആൾക്കത് പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും ഇപ്പൊ വന്നു തുടങ്ങി. ഓക്കെ, അതേപോലെ വരട്ടെ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ എന്നൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ഒരു ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.